നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇസ്കോൺ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭഗവത്ഗീത ഓവർവ്യൂവിന്റെ 13ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 12 ദിവസങ്ങളായിട്ട് നമ്മൾ ഭഗവത്ഗീത യഥാരൂപം ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിന്റെ 12 അധ്യായങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു, അതൊന്ന് അവലോകനം ചെയ്തു. ഈ അവലോകനത്തിന്റെ ഉദ്ദേശം നമ്മൾക്ക് ഭഗവത്ഗീതയെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ്. ഇത് ഭഗവത്ഗീതയുടെ ഒരു വിശദമായിട്ടുള്ള പഠനമല്ല. ഓരോ അധ്യായത്തിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്, ഓരോ അധ്യായത്തിൽ നിന്നും നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു കോഴ്സാണ്. ഇപ്പം ഭഗവത്ഗീതയുടെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ മറ്റ് സമയങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് ഭഗവത്ഗീത യഥാരൂപത്തിൽ 13ാമത്തെ അധ്യായമാണ്. കഴിഞ്ഞ അധ്യായം ഭക്തിയോഗം 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ ഭഗവാന്റെ ഭക്തിയോഗത്തിനെ കുറിച്ചാണ് പറയുന്നത്. 12ാമത്തെ അധ്യായത്തിൽ നേരിട്ട് ഭക്തിയോഗത്തിനെ കുറിച്ച് പറയുന്നു. ആർക്കൊക്കെയാണ് ഭഗവാനെ കൂടുതൽ ഇഷ്ടം, ഭഗവാന്റെ നേരിട്ടുള്ള ആരാധനയാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയുള്ള ഭക്തന്മാരെയാണ് ഭഗവാന് കൂടുതലായിട്ട് ഇഷ്ടം എന്നുള്ള കാര്യമൊക്കെ ഭക്തിയോഗത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഏതൊക്കെ തരത്തിൽ ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ള കാര്യവും ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഉള്ള അധ്യായങ്ങൾ 13ാമത്തെ അധ്യായം മുതൽ ഉള്ള 18ാമത്തെ അധ്യായം വരെ നേരിട്ട് ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തവർക്ക് ജ്ഞാനയോഗത്തിന്റെ സഹായത്തോടു കൂടി ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമാണ് ഭഗവാൻ നൽകുന്നത്. ഇനിയുള്ള അധ്യായങ്ങളിൽ ഭൗതിക പ്രകൃതിയെക്കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും ഒക്കെയുള്ള ജ്ഞാനമാണ് ഭഗവാൻ പകർന്നു നൽകുന്നത്. ഈ ജ്ഞാനത്തിന്റെ സഹായത്തോടു കൂടി പിന്നീട് നമ്മുടെ മനസ്സ് ശുദ്ധീകൃതമാകുന്ന സമയത്ത്, ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. എല്ലാവർക്കും നേരിട്ട് ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ജ്ഞാനത്തിന്റെ സഹായത്തോടു കൂടി ശുദ്ധീകൃതരായി പിന്നീട് ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമാണ് ഭഗവാൻ ഇവിടെ ഇനിയുള്ള അധ്യായങ്ങളിൽ നൽകുന്നത്. അതിന് കാരണം നേരത്തെ അധ്യായത്തിൽ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9ാമത്തെ അധ്യായത്തിൽ രാജവിദ്യ രാജഗുഹ്യയോഗം എന്നുള്ള അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ ഭക്തിയോഗം ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അശ്രദ്ധദാന പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യമാം നിവർത്തന്തേ മൃത്യു സംസാരവർമ്മനി. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമില്ലാത്തവർക്ക് ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. എങ്ങനെയാണ് നമുക്ക് ഭഗവാനിൽ വിശ്വാസം വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്? ഭഗവാനെ കുറിച്ച് നമ്മൾ കേൾക്കണം. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളെ കുറിച്ച് നമ്മൾ കേൾക്കണം. അങ്ങനെ കേട്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് ഭഗവാനെ വിശ്വാസപൂർവ്വം സേവിക്കാൻ സാധിക്കും. അപ്പോൾ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളെ കുറിച്ച്, ഭൗതിക പ്രകൃതിയെക്കുറിച്ച്, ജീവാത്മാവിനെ കുറിച്ച്, പരമാത്മാവിനെ കുറിച്ചൊക്കെയുള്ള ജ്ഞാനമാണ് ഈ അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്നത്. ഇനിയുള്ള അധ്യായങ്ങളിൽ അത് നമുക്ക് നോക്കാം. ഇപ്പൊ 13ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീല പ്രഭുപാദർ നൽകിയിട്ടുള്ളത് പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്നാണ്. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്. ഇതിൽ 35 ശ്ലോകങ്ങളാണുള്ളത്. ചെറിയൊരു അധ്യായമാണ്. പ്രകൃതിയെക്കുറിച്ചും ഈ ഭൗതിക പ്രകൃതിയെക്കുറിച്ചും പുരുഷൻ എന്താണ് പ്രകൃതി, എന്താണ് ക്ഷേത്രം, എന്താണ് ക്ഷേത്രജ്ഞൻ, എന്താണ് ജ്ഞാനം, എന്താണ് ജ്ഞേയം എന്നൊക്കെ അർജുനന് കൂടുതൽ വിശദമായിട്ട് അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ ഈ വാക്കുകളൊക്കെ എന്താണെന്ന് അർജുനൻ ചോദിക്കുന്നു. അതിന്റെ ഉത്തരമാണ് ഈ അധ്യായം മുഴുവൻ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്.
അപ്പം പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഈ അധ്യായത്തിനെ കുറിച്ച് ഭാഗങ്ങളായിട്ട് തിരിക്കാം. 35 ശ്ലോകങ്ങളെ. ആദ്യത്തെ ഭാഗം പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ തുടങ്ങിയ വാക്കുകളെ കുറിച്ച് അർജുനൻ ചോദിക്കുന്നതാണ്. ആദ്യത്തെ ഭാഗത്തിൽ അർജുനന്റെ ചോദ്യവും 7 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ അതിനെ ചുരുക്കി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത്. ആദ്യത്തെ ഭാഗത്തിൽ അർജുനൻ ചോദിക്കുന്നത് പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം ഇങ്ങനെയുള്ള 6 വാക്കുകൾക്ക് വിശദീകരണം അർജുനൻ ചോദിക്കുന്നുണ്ട്. എന്താണ് പ്രകൃതി? എന്താണ് പുരുഷൻ? ആരാണ് ക്ഷേത്രജ്ഞൻ? എന്താണ് ക്ഷേത്രം? അതേപോലെ എന്താണ് ജ്ഞാനം? എന്താണ് ജ്ഞേയം? ഇതൊക്കെ വിശദീകരിച്ച് അറിയണം എന്ന് അർജുനൻ ചോദിച്ച സമയത്ത് അതിന്റെ വിശദീകരണം ഭഗവാൻ ഓരോന്നിന്റെയും ഓരോ വാക്കിന്റെയും നിർവചനം ആദ്യത്തെ ഭാഗത്ത് പറയുന്നുണ്ട്, 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളിൽ. അതിനുശേഷം അതിന്റെ വിശദീകരണമാണ് അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളാണ്. 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ ജ്ഞേയം എന്താണെന്ന് ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. ജ്ഞേയം എന്താണെന്ന് 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ ജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളാണ് ഭഗവാൻ പറയുന്നത്. 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ ജ്ഞാനത്തിന്റെ ലക്ഷണം എന്താണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. 13 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിൽ ജ്ഞേയം എന്താണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. 13 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിൽ ജ്ഞേയം എന്താണെന്ന് ഭഗവാൻ പറയുന്നു. 20 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങളിൽ ജീവാത്മാവ് എങ്ങനെയാണ് പ്രകൃതിയിൽ വന്നുപെട്ടത്, ഒരു ജീവാത്മാവ് എങ്ങനെയാണ് ഈ പ്രകൃതിയിൽ വന്നുപെട്ടത്, എങ്ങനെയാണ് അതിന് മോക്ഷം നേടാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ 20 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അവസാനത്തെ ഭാഗത്ത് 27 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളിൽ 27 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളിൽ യഥാർത്ഥ ജ്ഞാനം ലഭിച്ചവന്റെ ദർശനം എന്താണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. യഥാർത്ഥ ജ്ഞാനം ലഭിച്ചവന്റെ ദർശനം, അവൻ എങ്ങനെയാണ് ഈ ലോകത്തിനെ നോക്കിക്കാണുന്നത്, ഒരു ജ്ഞാനിയായിട്ടുള്ള വ്യക്തി എങ്ങനെയാണ് ഈ ലോകത്തിനെ നോക്കിക്കാണുന്നത് എന്ന് ഭഗവാൻ അവസാനത്തെ ഭാഗത്ത് 27 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗമായിട്ട് നമ്മൾക്ക് ഈ അധ്യായത്തിനെ തിരിക്കാൻ സാധിക്കും. ഏതൊക്കെയാണ് ഭാഗം എന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾക്ക് ശ്ലോകങ്ങൾ നോക്കാം. ആദ്യത്തെ ശ്ലോകം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ അർജുനൻ 6 വാക്കുകളുടെ വിശദീകരണമാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ശ്ലോകം അർജുന ഉവാച പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ് വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. പ്രകൃതി, പുരുഷം, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം, ഈ 6 വാക്കുകളാണ് അർജുനൻ ചോദിക്കുന്നത്. എന്താണ് പ്രകൃതി എന്ന് ചോദിക്കുന്നുണ്ട്, ആരാണ് പുരുഷൻ എന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ക്ഷേത്രം, ആരാണ് ക്ഷേത്രജ്ഞൻ, എന്താണ് ജ്ഞാനം, എന്താണ് ജ്ഞേയം. അപ്പൊ യഥാർത്ഥത്തിൽ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജ്ഞേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയേണ്ടത്, എന്തിനെയാണ് അറിയേണ്ടത്, അതിനെയാണ് ജ്ഞേയം എന്ന് പറയുന്നത്. ഈ 6 വാക്കുകൾ അർജുനൻ ചോദിക്കുന്ന ഒന്നാമത്തെ ശ്ലോകത്തില് പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം,
അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ മറുപടി പറയുന്നുണ്ട്. രണ്ടാമത്തെ ശ്ലോകത്തില് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ഇതം ശരീരം, ഈ ശരീരത്തിനെ തന്നെയാണ് ക്ഷേത്രം എന്ന് ഭഗവാൻ പറയുന്നത്. ഓരോ ജീവാത്മാക്കളുടെയും ശരീരത്തിനെ തന്നെയാണ് ക്ഷേത്രം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഭഗവാൻ പറയുന്നു. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ് യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ഈ ശരീരത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ട് വാക്കുകൾക്ക് ഭഗവാൻ വിശദീകരണം നൽകി കഴിഞ്ഞു. എന്താണ് ക്ഷേത്രമെന്നും എന്താണ് ക്ഷേത്രജ്ഞൻ എന്നും ഭഗവാൻ നിർവചിച്ചു അല്ലെ. ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ശരീരം തന്നെയാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ശരീരങ്ങളെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഇനി ആ ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ ശരീരത്തിന്റെ വ്യത്യസ്ത അവസ്ഥകളെ മനസ്സിലാക്കുന്ന വ്യക്തിയെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് ഭഗവാൻ പറയുന്നത്. ശരീരം ക്ഷേത്രവും ശരീരത്തിനെ മനസ്സിലാക്കുന്നവൻ ക്ഷേത്രജ്ഞനുമാണെന്ന് ഭഗവാൻ പറയുന്നു. ഇനി രണ്ടു തരം ക്ഷേത്രജ്ഞന്മാരുണ്ടെന്ന് ഭഗവാൻ പറയുന്നു. മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർ ജ്ഞാനം യത്തജ്ഞാനം മതം മമ. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി, എല്ലാ ശരീരങ്ങളിലുമുള്ള ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. എല്ലാ ജീവജാലങ്ങളിലും ക്ഷേത്രജ്ഞനായിരിക്കുന്നത് ആരാണ്? അത് ആരാണെന്ന് ഭഗവാൻ പറയുന്നു. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി, അത് ഭഗവാൻ തന്നെയാണെന്ന് പറയും. അപ്പൊ നമ്മളും ഈ ശരീരത്തിനെ കുറിച്ച് അറിയുന്ന ആളാണ്, ഭഗവാനും ശരീരത്തിനെ കുറിച്ച് അറിയുന്ന ആളാണ്. ഇപ്പൊ രണ്ടു പേര് ക്ഷേത്രജ്ഞന്മാരായിട്ടുണ്ട്. രണ്ട് ക്ഷേത്രജ്ഞന്മാരുണ്ട്. ഒന്ന് നമ്മൾ തന്നെയാണ്, അതായത് ജീവാത്മാവാണ്. ശരീരത്തിനകത്തിരിക്കുന്ന ജീവാത്മാവ് ഒരു ക്ഷേത്രജ്ഞനാണ്. ഇനി ഭഗവാനും ക്ഷേത്രജ്ഞനാണെന്ന് ഇവിടെ ഭഗവാൻ പറയുന്നു. ഭഗവാൻ എങ്ങനെയുള്ള ക്ഷേത്രജ്ഞനാണ്? ഭഗവാൻ സർവക്ഷേത്രേഷു ഭാരത, സർവക്ഷേത്രജ്ഞനാണ് ഭഗവാൻ. കാരണം നമ്മൾ ഒരു ശരീരത്തിൽ നടക്കുന്ന കാര്യം മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. ഭഗവാൻ എല്ലാ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഈ ശരീരത്തിന്റെ ക്ഷേത്രജ്ഞനാണ് ഓരോരുത്തരും, ഓരോ ജീവാത്മാക്കളും. പക്ഷെ ഭഗവാൻ സർവക്ഷേത്രജ്ഞനാണെന്ന് പറയും. കാരണം ഭഗവാൻ എല്ലാ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ക്ഷേത്രജ്ഞന്മാരുണ്ട് എന്നാണ് ഇവിടെ മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നത്. അതിനുശേഷം ഭഗവാൻ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ ക്ഷേത്രത്തിന്റെ ഘടകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്തെല്ലാം ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഈ ശരീരം നിർമ്മിച്ചിട്ടുള്ളത്? ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം തന്നെയാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ എന്തെല്ലാം ഘടകങ്ങൾ ചേർത്തിട്ടാണ് ഈ ശരീരം നിർമ്മിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ശരീരത്തിൽ എന്തെല്ലാം ഘടകങ്ങളാണ് ഉള്ളത് എന്ന് ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിൽ 6-7 ശ്ലോകങ്ങളിൽ ശരീരത്തിലെ ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഓരോ ജീവിയുടെയും ശരീരത്തിൽ ഉണ്ടാകുന്ന, ശരീരം നിർമ്മിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളാണ് ഇവിടെ പറയുന്നത് 6-7 ശ്ലോകങ്ങളിൽ. മഹാഭൂതാനി അഹങ്കാരോ ബുദ്ധിരവ്യക്തമേവച്ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചര ഇച്ഛാ ദ്വേഷസുഖം ദുഃഖം സംഘാതഛേദനാധൃതി ഏതക്ഷേത്രം സമാസേന സവികാരം ഉദാഹരണം. ഇത്രയും കാര്യങ്ങൾ ഒരു ശരീരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? 5 മഹാഭൂതങ്ങൾ, മിഥ്യാഹങ്കാരം, ബുദ്ധി, അവ്യക്തത, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങൾ, സമദൃഷ്ടി, ജീവലക്ഷണങ്ങൾ, ദൃഢവിശ്വാസം എന്നിവയും ചുരുക്കത്തിൽ ക്ഷേത്രമായും അതിന്റെ പ്രതിപ്രവർത്തനങ്ങളായും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഘടകങ്ങളൊക്കെ ശരീരത്തിന്റെ
ആ ക്ഷേത്രത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളാണ്, ഭാഗങ്ങളാണ് എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങൾ, അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയം, ഇന്ദ്രിയ വിഷയങ്ങള്, ഇതൊക്കെ ശരീരത്തിന്റെ ഭാഗമാണ്. ഇതുവരെ ഭഗവാൻ എന്തൊക്കെ പറഞ്ഞു? ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരമാണെന്ന് പറഞ്ഞു. 2 തരത്തിലുള്ള ക്ഷേത്രജ്ഞന്മാരുണ്ടെന്ന് പറഞ്ഞു. പിന്നെന്താണ് പറഞ്ഞത്? ഈ ശരീരത്തിന്റെ ഘടകങ്ങളെ കുറിച്ചും പറഞ്ഞു അല്ലെ. ഇനി ഭഗവാൻ പറയാൻ പോകുന്നത്, അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജ്ഞാനം എന്താണ്? എന്താണ് യഥാർത്ഥത്തിൽ ജ്ഞാനം? അപ്പൊ ജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളാണ് ഭഗവാൻ 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. 20 ലക്ഷണങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്, ജ്ഞാനത്തിന്റെ ലക്ഷണങ്ങൾ. ആ 20 ലക്ഷണങ്ങൾ അല്ലാതെയുള്ളതൊക്കെ അജ്ഞാനമാണ് എന്നും ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് ജ്ഞാനം എന്താണെന്നും അജ്ഞാനം എന്താണെന്നും ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അജ്ഞാനത്തിന്റെ ലക്ഷണങ്ങള്, ജ്ഞാനത്തിന്റെ ലക്ഷണങ്ങൾ. ജ്ഞാനത്തിന്റെ 20 ലക്ഷണങ്ങളും ഭഗവാൻ ഇവിടെ 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നു. ആ 20 ലക്ഷണങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. അപ്പൊ വിശദമായിട്ട് നമ്മൾക്ക് പിന്നീട് ഉള്ള സെക്ഷനുകളിൽ പഠിക്കാം. ഇപ്പോൾ ആ ജ്ഞാനത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ അമാനിത്വം, അദംഭിത്വം, അഹിംസ, ക്ഷാന്തിരാർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹ, ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, അനഹങ്കാരേവച, ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം, അസക്തി അനഭിഷംഗ പുത്രധാരഗൃഹാദിഷു, നിത്യം ച സമചിത്വത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു, മൈചാൻ അന്യയോഗേന ഭക്തിരവ്യഭിചാരിണി, വിവിക്തദേശ സേവിത്വം അരതിർ ജനസംസതി, അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം, ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യതതോ അന്യഥാണ്. 20 ലക്ഷണങ്ങൾ ഇവിടെ ഭഗവാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. വിനയം, ഗർവില്ലായ്മ, അഹിംസ, ക്ഷമ, ലാളിത്യം, യഥാർത്ഥ ആത്മീയ ഗുരുവിനെ സമീപിക്കൽ, ശുചിത്വം, സ്ഥൈര്യം, ആത്മസംയമം, ഇന്ദ്രിയ വിഷയങ്ങളിൽ അനാസക്തി, നിത്യാഹങ്കാരം ഇല്ലായ്മ, ജനന മരണങ്ങൾ, വാർദ്ധക്യം, രോഗം എന്നീ പരിണാമങ്ങളുടെ ദുഃഖാത്മകതയെക്കുറിച്ചുള്ള ബോധം, വൈരാഗ്യം, മക്കൾ, ഭാര്യ, ഗൃഹം മുതലായവയിൽ നിന്നുള്ള മുക്തി, സുഖദുഃഖങ്ങളിൽ അക്ഷോഭ്യത, എന്നിൽ സ്ഥിരവും നിഷ്കളങ്കവുമായ ഭക്തി, ഏകാന്തമായ സ്ഥലത്ത് ജീവിക്കാനുള്ള ആഗ്രഹം, ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കൽ, ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യമറിയൽ, തത്വചിന്തയിലൂടെ നിരപേക്ഷ തത്വത്തെക്കുറിച്ച് അന്വേഷിക്കൽ എന്നിവയെല്ലാം ജ്ഞാനമാണെന്നും ഇവയല്ലാതെയുള്ളവയെല്ലാം അജ്ഞാനമാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ഇത്രയും 20 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതാണ് ജ്ഞാനം, ഇതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്ന് ഭഗവാൻ പറയുന്നു. അല്ല, എവിടെയാണ് തുടങ്ങുന്നത്? അമാനിത്വം, അദംഭിത്വം, വിനയത്തിലാണ് തുടങ്ങുന്നത്. വിനയത്തിലൂടെയാണ് നമ്മൾക്ക് ജ്ഞാനം ലഭിക്കുന്നത്. വിനയസമ്പന്നൻ, നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. വിദ്യ കൊണ്ട് വിനയം ലഭിച്ച വ്യക്തി. അപ്പൊ വിദ്യയും വിനയവും ഒരുമിച്ച് നിൽക്കുന്നതാണ്. വിനയമുള്ളിടത്താണ് വിദ്യ ഉണ്ടാകുന്നത്. യഥാർത്ഥ ജ്ഞാനം നേടുന്നതിനുള്ള മാർഗം എന്താണ്? വിനയത്തോടു കൂടി ഗുരുവിൽ നിന്ന് ശ്രവിക്കുക. ഗുരുവിൽ നിന്ന് വിനയപൂർവം കേൾക്കുന്നതിലൂടെയാണ് നമ്മൾക്ക് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നത്. അല്ലാത്തതൊക്കെ അജ്ഞാനമാണ് എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുകയാണ്. അതിൽ വേറൊരു കാര്യം ശ്രീല പ്രഭുപാദരുടെ എടുത്തു പറയുന്നുണ്ട്. എന്താണ്? ഭഗവാൻ പറയുന്നു, എന്നിൽ സ്ഥിരവും നിഷ്കളങ്കവുമായ ഭക്തി. ഭഗവാന്റെ ഭക്തിയും ജ്ഞാനികൾക്കുണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. യഥാർത്ഥ ജ്ഞാനം ലഭിച്ച വ്യക്തി ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങും. ആ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ തന്നെ ബാക്കി എല്ലാ ജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളും നമ്മളിൽ സ്വാഭാവികമായിട്ട് ഉണ്ടായിക്കോളും എന്ന് ശ്രീല പ്രഭുപാദർ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ മറ്റ് ജ്ഞാന വിഷയങ്ങൾ, മറ്റ് ജ്ഞാനത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ലെങ്കിൽ പോലും, ഒന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾക്ക് ഭഗവാനിൽ ഭക്തി ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ ജ്ഞാനവും നമ്മളിൽ സ്വാഭാവികമായിട്ടും വന്നുകൊള്ളും എന്നാണ് ഇവിടെ ശ്രീല പ്രഭുപാദർ എടുത്തു പറയുന്ന ഒരു കാര്യം. ആ ജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളിൽ ഭക്തിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ശ്രീല ആചാര്യന്മാര് നൽകുന്നത്.
അപ്പൊ ജ്ഞാനത്തിന്റെ ലക്ഷണങ്ങൾ ഇത്രയും പറഞ്ഞു 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ. അതിനുശേഷം 13 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ ജ്ഞേയത്തെക്കുറിച്ചാണ് പറയുന്നത്. ജ്ഞേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്, എന്തിനെയാണ് നമ്മൾ അറിയേണ്ടത്, അതിനെയാണ് ജ്ഞേയം എന്ന് പറയുന്നത്. ഈ ജ്ഞാനത്തിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്തിനെ അറിയണം അല്ലെങ്കിൽ ആരെ അറിയണം, അതിനെയാണ് ജ്ഞേയം എന്ന് ഭഗവാൻ പറയുന്നത്. നമ്മൾക്ക് നോക്കാം. ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് 13ാമത്തെ ശ്ലോകത്തില്, ജ്ഞേയം യത്ത് പ്രവക്ഷ്യാമി യജ്ഞാത്വ അമൃതമശ്നുതേ അനാദിമത്പരം ബ്രഹ്മ ന സത്തന്നാത് സദ് ഉച്യതേ. ആ ജ്ഞേയത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ആ ജ്ഞേയത്തിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അമൃതമശ്നുതേ എന്ന് പറയുന്നു, മോക്ഷം ലഭിക്കും എന്ന് പറയുന്നു. ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറയും. ആരെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അതിന്റെ വിശദീകരണം അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സർവത പാണിപാദം തത് സർവതോ അക്ഷി ശിരോമുഖം സർവത ശ്രുതിമല്ലോകെ സർവമാവർത്തിയ തിഷ്ഠതി. സർവത പാണിപാദം, എല്ലായിടത്തും കൈകാലുകൾ വിന്യസിച്ചിട്ടുള്ള ആ പരമ ആത്മാവിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത് എന്ന് പറയും. പരമാത്മാവിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജ്ഞേയം എന്താണ്, എന്തിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്? നമ്മൾ അറിയേണ്ടത് ആരെക്കുറിച്ചാണ്? പരമാത്മാവിനെ കുറിച്ചാണ്. ആ പരമാത്മാവിന്റെ സവിശേഷതകളാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. 14ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്, സർവത പാണിപാദം തത് സർവതോ അക്ഷിശിരോമുഖം സർവത ശ്രുതിമല്ലോകെ സർവമാവൃത്യ തിഷ്ഠതി. എല്ലായിടത്തും കൈകാലുകൾ വ്യാപിച്ചുകൊണ്ട് സർവവ്യാപിയായി നിൽക്കുന്ന പരമാത്മാവിനെയാണ് നമ്മൾ അറിയേണ്ടത് എന്ന് ഭഗവാൻ പറയും. ഇനിയും അടുത്ത ശ്ലോകങ്ങളിലും ആ പരമാത്മാവിന്റെ സവിശേഷതകൾ, ജ്ഞേയത്തിന്റെ സവിശേഷതകളാണ് ഭഗവാൻ പറയുന്നത്. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്ത സർവഭൃക്ഷൈവ നിർഗുണം ഗുണഭോക്തൃച. ആ പരമാത്മാവാണ് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഉറവിടം, പക്ഷെ അദ്ദേഹത്തിന് ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളൊന്നുമില്ല. അസക്തം മാത്രമല്ല, ആ പരമാത്മാവിന് ഭൗതികമായിട്ടുള്ള യാതൊരു ആകർഷണവുമില്ല. ഭൗതിക ലോകത്തിൽ നിന്നും ഒന്നും നേടാൻ അദ്ദേഹത്തിനില്ല. നിർഗുണം ഗുണഭോക്തൃച, മാത്രമല്ല പരമാത്മാവ് നിർഗുണനാണ്. അതായത് ഈ ഭൗതിക ലോകത്തിലെ ത്രിഗുണങ്ങൾ അദ്ദേഹത്തിന് ഒരിക്കലും ബാധിക്കുന്നില്ല എന്ന് പറയും. ത്രിഗുണങ്ങൾ ബാധിക്കാത്തവനാണ് പരമാത്മാവ് എന്ന് പറയും. 16ാമത്തെ ശ്ലോകത്തിലും പരമാത്മാവിന്റെ ലക്ഷണമാണ് പറയുന്നത്. ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവച സൂക്ഷ്മത്വാദ് അവിജ്ഞേയം ദൂരസ്ഥം ചാന്തികേ ചതത്. ബഹിരന്തശ്ച ഭൂതാനാം, എല്ലാ ജീവജാലങ്ങളുടെയും അകത്തും പുറത്തും ഇരിക്കുന്ന വ്യക്തിയാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ബഹിർ അന്ത, ബഹിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത്, അന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത്. ഭൂതാനാം, എല്ലാ ജീവജാലങ്ങളുടെയും, ചരാചരം, ചരിക്കുന്നവയുടെയും ചരിക്കാത്തവയുടെയും ഒക്കെ അകത്തും പുറത്തും ആരിയ്ക്കുന്നുണ്ട്? ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. സൂക്ഷ്മത്വാദ് അവിജ്ഞേയം ദൂരസ്ഥം ചാന്തികേ ചതത്. സൂക്ഷ്മത്വാദ് അവിജ്ഞേയം, അത് വളരെ ചെറുതാണ്. പരമാത്മാവ് വളരെ ചെറുതാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ദൂരസ്ഥം ച അന്തികേ ചതത്. പരമാത്മാവ് വളരെ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ആത്മീയ ലോകത്തിലാണ് പരമാത്മാവ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം നമ്മുടെ ഏറ്റവും അടുത്തും ഇരിക്കുന്നുണ്ട്. അന്തികേ, എല്ലാവരുടെയും ഹൃദയത്തിൽ ജീവാത്മാവിനോട് ചേർന്നുകൊണ്ട് തന്നെ പരമാത്മാവ് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് പരമാത്മാവ് ഏറ്റവും ദൂരത്തുമാണ്, ഏറ്റവും അടുത്തുമുള്ളതാണ് എന്ന് പറയുന്നു. 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അവിഭക്തം ച ഭൂതേഷു വിഭക്തം ഇവ ച സ്ഥിതം ഭൂതഭർത്തൃ ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭുവിഷ്ണു ച. എല്ലാ ജീവജാലങ്ങളിലും ഉള്ള പരമാത്മാവ് ഒന്ന് തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവുണ്ട്. പക്ഷെ എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവ് ഒരേ വ്യക്തി തന്നെയാണ്. വേറെ വേറെ പരമാത്മാക്കളല്ല, ഒരൊറ്റ പരമാത്മാവാണുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾക്ക് വേറെ വേറെ ശരീരമാണെന്ന് കാണുമ്പോൾ തോന്നും, പക്ഷെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവ് ഒരു വ്യക്തി തന്നെയാണ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ആ പരമാത്മാവിനെയാണ് നമ്മൾ അറിയേണ്ടത് എന്ന് 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ജ്യോതിഷാമപി തജ്ജ്യോതി തമസ പരം ഉച്യതേ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം പ്രതി സർവസ്യ വിഷ്ടിതം.
ആ പരമാത്മാവിന്റെ സവിശേഷത വീണ്ടും പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അദ്ദേഹമാണ് സർവ്വ ജ്യോതിസുകളുടെയും സ്രോതസ്. എല്ലാ പ്രകാശത്തിന്റെയും ഉത്ഭവസ്ഥാനം ആ പരമാത്മാവാണ്. വ്യത്യസ്തമായിട്ടുള്ള പ്രകാശ സ്രോതസ് നമ്മൾക്കുണ്ട്. അതിൽ എല്ലാ പ്രകാശവും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ആ പരമാത്മാവിൽ നിന്നാണ് എന്ന് പറയുന്നു. ഇനി ആ പരമാത്മാവ് തന്നെയാണ് ജ്ഞാനം, ജ്ഞേയം, ജ്ഞാനഗമ്യം. ആ ജ്ഞാനത്തിന്റെ ഉറവിടവും ആ ജ്ഞാനം കൊണ്ട് നമ്മൾ അറിയേണ്ടതും ജ്ഞാനം കൊണ്ട് നമ്മൾ എത്തിച്ചേരേണ്ടതും പരമാത്മാവിൽ തന്നെയാണെന്ന് പറയും. പരമാത്മാവിൽ നിന്നും നമ്മൾ ജ്ഞാനം സ്വീകരിക്കണം, പരമാത്മാവിനെ കുറിച്ച് അറിയണം. അങ്ങനെ പരമാത്മാവിനെ കുറിച്ച് അറിഞ്ഞ് തിരിച്ച് പരമാത്മാവിൽ തന്നെ എത്തിച്ചേരണം എന്നാണ് പറയുന്നത്. ജ്ഞാനം, ജ്ഞേയം, ജ്ഞാനഗമ്യം. ഹൃദി സർവസ്യ വിഷ്ടിതം. ആ പരമാത്മാവ് എവിടെയാണ് ഇരിക്കുന്നത്? ഹൃദി സർവസ്യ, എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ പരമാത്മാവ് ഇരിക്കുന്നുണ്ട്. മനുഷ്യരുടെ മാത്രമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ആളുകളുടെ ഹൃദയത്തിൽ മാത്രമല്ല, എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവ് ഇരിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പൊ അത് പരമാത്മാവിന്റെ പ്രത്യേകതകളാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നേട്ടം എന്നാണ് 19ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ഈ പ്രകൃതിയെക്കുറിച്ചും ക്ഷേത്രത്തിനെക്കുറിച്ചും ക്ഷേത്രജ്ഞനെക്കുറിച്ചും ജ്ഞേയത്തിനെക്കുറിച്ചും യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് 19ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസത മദ്ഭക്ത ഏതുവിജ്ഞായ മദ്ഭാവായോപപദ്യത. ഇതുവരെ ഭഗവാൻ എന്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു? ക്ഷേത്രം എന്താണെന്ന് പറഞ്ഞു അല്ലെ? ക്ഷേത്രം എന്താണെന്ന് പറഞ്ഞു, ക്ഷേത്രജ്ഞൻ ആരൊക്കെയാണെന്ന് പറഞ്ഞു, ജ്ഞാനം എന്താണെന്ന് പറഞ്ഞു, ജ്ഞേയം എന്താണെന്ന് പറഞ്ഞു. ഈ 4 കാര്യങ്ങളും ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ലഭിക്കുമെന്നാണ് പറയുന്നത്? മദ്ഭക്ത ഏതജ്ഞായ മദ്ഭാവായോപപദ്യത. ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഭഗവാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. പക്ഷെ ഇത് ആർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. മദ്ഭക്ത ഏതജ്ഞായ 19ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. മദ്ഭക്ത ഏതജ്ഞായ, ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വേറെ ആർക്കും സാധിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. മദ്ഭക്ത ഏതദ് വിജ്ഞായ മദ്ഭാവായോപപദ്യത. ഭഗവാന്റെ ഭക്തന്മാർക്ക് ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത് ഒരു ജീവാത്മാവ് എങ്ങനെയാണ് ഈ ഭൗതിക പ്രകൃതിയിൽ കുടുങ്ങിപ്പോകുന്നത്, അതിന്റെ കാരണം എന്താണ് എന്ന് പറയും. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഇത് ക്ഷേത്രം തഥാജ്ഞാനം ജ്ഞേയം ചോക്തം സമാസത മദ്ഭക്ത ഏതജ്ഞായ മദ്ഭാവായോപപദ്യത. ഇതുവരെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനെ കുറിച്ചെല്ലാം ഭഗവാൻ പറഞ്ഞു ഇതുവരെ? ഏതൊക്കെ വാക്കുകളാണ് ഭഗവാൻ വിശദീകരിച്ചത്? ക്ഷേത്രം, ക്ഷേത്രജ്ഞ, ജ്ഞാനം, ജ്ഞേയം. ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം അല്ലെ? ക്ഷേത്രം എന്താണെന്നാണ് ഭഗവാൻ പറഞ്ഞത്? ശരീരം. നമ്മുടെ ശരീരം തന്നെയാണ് ക്ഷേത്രം. ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് ആരെയാണ്? ജീവാത്മാവുമുണ്ട്, പരമാത്മാവുമുണ്ട്. 2 ക്ഷേത്രജ്ഞന്മാരുണ്ട്. മാതാജി പറഞ്ഞത് കറക്റ്റാണ്, ജയശ്രീ മാതാജി. ജീവാത്മാവുമുണ്ട്, പരമാത്മാവുമുണ്ട് അല്ലെ? കാരണം 2 പേരും ശരീരത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നവരാണ്. പക്ഷേ 2 ക്ഷേത്രജ്ഞന്മാർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് പറഞ്ഞത്? ഭഗവാന് എല്ലാ ശരീരത്തിലുള്ള മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് നമ്മുടെ ശരീരത്തെ കുറിച്ച് മാത്രമേ, ഒരു ജീവാത്മാവിന് അവനവന്റെ ശരീരത്തെ കുറിച്ച് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതെ, കറക്റ്റാണ്. നമ്മളെ ജീവാത്മാവിന് നമ്മുടെ ശരീരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഭഗവാൻ എല്ലാ ശരീരങ്ങളിലും ക്ഷേത്രജ്ഞനാണ്. അതുകൊണ്ട് ഭഗവാനെ എന്ത് വിളിച്ചു? സർവക്ഷേത്രജ്ഞൻ എന്ന് വിളിച്ചു അല്ലെ? സർവക്ഷേത്രജ്ഞനാണ് ഭഗവാൻ. എല്ലാ ശരീരത്തിലെ കാര്യങ്ങളും ഭഗവാന് മനസ്സിലാക്കാൻ സാധിക്കും.
സാധിക്കും. അപ്പം ക്ഷേത്രം പറഞ്ഞു, ക്ഷേത്രജ്ഞന്മാരെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം എന്താണ് പറഞ്ഞത്? ജ്ഞാനം. ജ്ഞാനം. അതിനുശേഷം ജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം എന്താണെന്ന് പറഞ്ഞു. അതിന്റെ ലക്ഷണങ്ങൾ 20 ലക്ഷണങ്ങൾ പറഞ്ഞു അല്ലെ? അമാനിത്തം, അദംഭിത്തം, അഹിംസ, ക്ഷാന്തിരാർജവം, ആചാര്യോപാസനം, ശൗചം, ധൈര്യം, ആത്മവിനിഗ്രഹ, ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, അനഹങ്കാരമേവച, ജന്മമൃത്യുജരാവ്യാധി ദുഃഖദോഷാനുദർശനം, അസക്തിരനഭിഷംഗ പുത്രധാരഗൃഹാദിഷു, നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു, മൈചാൻ അന്യയോഗേന ഭക്തിരവ്യഭിചാരിണി, വിവിക്തദേശസേവിത്തം അരതിർ ജനസംസതി. അപ്പം വിനയത്തിൽ തുടങ്ങുന്നതാണ് ജ്ഞാനമെന്ന് നമ്മൾ മനസ്സിലാക്കി. ആ ജ്ഞാനത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്താണെന്ന് പറഞ്ഞു? വിനയം. യെസ്, വിനയം. ആ 20 ഘടകങ്ങളിൽ ഒരു ഘടകം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ ഘടകങ്ങളും നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. അതേതായിരുന്നു? ഭഗവാനിലുള്ള ഭക്തി അല്ലെ? മൈചാൻ അന്യയോഗേന ഭക്തിരവ്യഭിചാരിണി. ഭഗവാനിൽ ഭക്തി ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ ഘടകങ്ങളും നമ്മൾക്ക് സ്വാഭാവികമായിട്ട് തന്നെ വന്നുകൊള്ളും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജ്ഞേയം എന്താണെന്ന് ഭഗവാൻ പറഞ്ഞു തന്നു. ജ്ഞേയം എന്താണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്? ജ്ഞേയം എന്താണെന്ന് ജ്ഞേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെ കുറിച്ചാണോ അറിയേണ്ടത് അതിനെയാണ് ജ്ഞേയം എന്ന് പറയുന്നത് അല്ലെ? അപ്പം എന്തിനെ കുറിച്ച് നമ്മൾ അറിയണമെന്നാണ് പറഞ്ഞത്? യെസ്, ഭഗവാനെ കുറിച്ച് അല്ലെങ്കിൽ പരമാത്മാവിനെ കുറിച്ച് നമ്മൾ അറിയണം അല്ല? എങ്ങനെയുള്ള പരമാത്മാവിനെ? സർവ്വത പാണിപാദം സർവ്വതോ അക്ഷി ശിരോമുഖം, എല്ലായിടത്തും കൈകാലുകൾ വ്യാപിപ്പിച്ചിട്ടുള്ള, എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഉറവിടമായിട്ടുള്ള പരമാത്മാവിനെ നമ്മൾ അറിയണമെന്നും അതാണ് ജ്ഞാനമെന്നും അതാണ് ജ്ഞേയമെന്നും ഭഗവാൻ പറഞ്ഞു. അപ്പം ജ്ഞേയത്തിനെ കുറിച്ചും പറഞ്ഞു. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക്, ഭക്തന്മാർക്ക് മോക്ഷം ലഭിക്കുമെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഭാഗത്ത് ഒരു ജീവൻ എങ്ങനെയാണ് പ്രകൃതിയിൽ വന്ന് പെട്ടുപോകുന്നത്, അതിന്റെ കാരണം എന്താണ്, ഭൗതിക പ്രകൃതിയിലേക്ക് വരുന്നതും വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ എടുക്കുന്നതിന്റെയും കാരണം എന്താണെന്ന് ഇനിയുള്ള ഭാഗത്തിൽ പറയുന്നു. അതിനുശേഷം ആ പ്രകൃതിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യവും ഭഗവാൻ പറയുന്നുണ്ട്. 21-ാമത്തെ ശ്ലോകത്തിൽ 22-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഈ ഭൗതിക പ്രകൃതിയിലേക്ക് ഒരു ജീവാത്മാവ് വരുന്നതിന്റെ കാരണം, പിന്നീട് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നതിന്റെ കാരണവും ഭഗവാൻ പറയുന്നുണ്ട്. 22-ാമത്തെ ശ്ലോകത്തിൽ പുരുഷ പ്രകൃതി സ്തോഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസങ്കോസ്യ അസദ്യോനി ജന്മസു എന്ന് പറയും. എന്താണ് കാരണം? കാരണം ഗുണസങ്കോസ്യം. ഈ പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു ഗുണവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന സമയത്താണ് നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഗുണത്തിനെ അനുഭവിക്കണം. സത്വഗുണം, രജോഗുണം, തമോ ഗുണം, ഇങ്ങനെ 3 ഗുണങ്ങളാണുള്ളത്. അതിലെന്തെങ്കിലും ഒരു കാര്യം, ഒരു ഇന്ദ്രിയ തൃപ്തി അനുഭവിക്കണം എന്ന് തോന്നുന്ന സമയത്താണ് ഒരു ശരീരം നമ്മൾക്ക് ലഭിക്കുന്നത്, ഭൗതിക ശരീരം നമ്മൾക്ക് ലഭിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ആത്മീയ ശരീരം നഷ്ടപ്പെടും, ഭഗവാനെ സേവിക്കാനുള്ള കാര്യം നമ്മൾ മറന്നുപോകും. അങ്ങനെ നമ്മൾ ഒരു പുതിയ ശരീരം, ഭൗതിക ശരീരം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഗുണസങ്കോസ്യ സത് അസദ്യോനി ജന്മസു. പിന്നെ നമ്മളൊരു ഭൗതിക ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും മറ്റു പ്രകൃതി ഗുണങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടും. അങ്ങനെ ബന്ധപ്പെടുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ നമ്മൾക്ക് സ്വീകരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ നമ്മൾക്ക് സ്വീകരിക്കേണ്ടി വരും. കാരണം ഗുണസങ്കോസ്യ സത് അസദ്യോനി ജന്മസു. നല്ലതും ചീത്തതുമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ ഒരു ജീവാത്മാവിന് സ്വീകരിക്കേണ്ടി വരും എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ആ ഭൗതിക പ്രകൃതിയിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ജീവാത്മാവിന് എങ്ങനെ പുറത്തേക്ക് വരാൻ സാധിക്കും? അതിന് നമ്മൾ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. പരമാത്മാവായിട്ടിരിക്കുന്ന ഭഗവാനെ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നു. ആ പരമാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. 23-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഉപദ്രഷ്ട അനുമന്താച ഭർത്ത ഭോക്ത മഹേശ്വര. പരമാത്മാവ് എന്താണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഉപദ്രഷ്ട അനുമന്ത. ഒരു ജീവാത്മാവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുക എന്നുള്ളത് പരമാത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്.
ഒരു ജീവാത്മാവ് ജീവിതകാലത്ത് എന്തൊക്കെ ചെയ്തു കൂട്ടി, അല്ലെങ്കിൽ മുൻ ജന്മങ്ങളിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ പരമാത്മാവിന് വളരെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. കാരണം നമ്മുടെ ഹൃദയത്തിൽ സാക്ഷിയായിട്ട് ഭഗവാൻ പരമാത്മ രൂപത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് ഉപദ്രഷ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്. അനുബന്ധ എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തെങ്കിലും പ്രവൃത്തിയുടെ ഈ ഭൗതിക പ്രകൃതിയിൽ ചെയ്യണമെങ്കിൽ അതിന് ഭഗവാന്റെ അനുമതി ആവശ്യമാണ്. ഭഗവാന്റെ പെർമിഷൻ ഇല്ലാതെ ഈ ഭൗതിക പ്രകൃതിയിൽ ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ അതിനുള്ള അനുമതി നൽകുന്നതും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്, അല്ലെങ്കിൽ പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നത്. വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ഈ പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. എങ്ങനെയാണ് പരമാത്മാവിനെ മനസ്സിലാക്കേണ്ടത്? നമ്മൾക്ക് ഏതെങ്കിലും ലാബോറട്ടറിയിൽ വെച്ച് ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്ത് ഈ പരമാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അല്ലെ, ഞങ്ങൾ പരമാത്മാവിനെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന് ആളുകൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ലാബിൽ വെച്ച് നമ്മൾക്ക് പരീക്ഷണങ്ങളിലൂടെ പരമാത്മാവിനെ കുറിച്ചോ ഭഗവാനെ കുറിച്ചോ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിന് വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകൾ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ആ പരമാത്മാവിനെ മനസ്സിലാക്കാനുള്ള മെത്തേഡുകൾ 25ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ധ്യാനേനാത്മനി പശ്യന്തി കേചിതാത്മാനമാത്മന അന്യ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരെ. ചില ആളുകൾ ധ്യാനയോഗം കൊണ്ട് മനസ്സിലാക്കും, ചില ആളുകൾ സാഖ്യയോഗം കൊണ്ട് അല്ലെങ്കിൽ ജ്ഞാനയോഗം കൊണ്ട് പരമാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കും, ചില ആളുകൾ യോഗേന അഷ്ടാംഗയോഗം കൊണ്ട് മനസ്സിലാക്കും, കർമ്മയോഗേന ചാപരെ ചില ആളുകൾ കർമ്മയോഗം അല്ലെങ്കിൽ ഭക്തിയോഗം കൊണ്ട് പരമാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഏതെങ്കിലും ഒരു യോഗ പദ്ധതി നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ നമ്മൾക്ക് പരമാത്മാവിനെ കുറിച്ചും ഭഗവാനെ കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ മറ്റ് മെത്തേഡിലൂടെ മറ്റു മാർഗങ്ങളിലൂടെ നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മാർഗം ഭഗവാൻ പറയുന്നുണ്ട് 26ാമത്തെ ശ്ലോകത്തിൽ. പരമാത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണ്? അന്യേ തേവം അജാനന്ദ ശ്രുത്വാന്യേഭ്യ ഉപാസതേ. നേരത്തെ പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് ഒന്നും അറിയില്ല, ജ്ഞാനയോഗം, ധ്യാനയോഗം, കർമ്മയോഗം, ഇതൊന്നും അറിയില്ല. പിന്നെ എങ്ങനെ മനസ്സിലാക്കാം? ഇത് അറിഞ്ഞവരിൽ നിന്ന് കേൾക്കുന്നതിലൂടെ മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്. പരമാത്മാവിൻ ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച ഭക്തന്മാരിൽ നിന്നും കേൾക്കുന്നതിലൂടെയും നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ശ്രുത്വാന്യേഭ്യ ഉപാസതേ. വിശ്വാസത്തോടു കൂടി നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്കും ആ ജ്ഞാനം ലഭിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾക്കും ഭഗവാന്റെ ഭക്തി ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നത്. അങ്ങനെ വിശ്വാസപൂർവം നമ്മൾ കേട്ട് ഭഗവാന്റെ ഭക്തിയിലേക്ക് വരികയാണെങ്കിൽ അവർക്കും മറ്റുള്ള വലിയ ജ്ഞാനമൊന്നുമില്ലെങ്കിൽ പോലും കേൾക്കുന്നതിലുള്ള വിശ്വാസത്തിലൂടെ അവർക്കും എന്ത് സംഭവിക്കും? സാധിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണ. അവരും ഈ ജന്മമൃത്യു ജരാവ്യാധി ചക്രത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കും, അവർക്കും മോക്ഷം ലഭിക്കുമെന്നാണ് പറയുന്നത്. ആർക്ക്? ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് കൊണ്ട് മാത്രം, കേട്ട് ഉപാസിക്കുന്നതിലൂടെ മാത്രം അവർക്കും ഭക്തി ലഭിക്കും, അവർക്കും മുക്തി ലഭിക്കുമെന്നാണ് പറയുന്നത്. അതിനുശേഷം ഭഗവാൻ ഈ ഒരു ജ്ഞാനം ലഭിച്ചിട്ടുള്ള വ്യക്തി എങ്ങനെയാണ് ലോകത്തിനെ നോക്കിക്കാണുന്നത് എന്ന് പറയുന്നുണ്ട്. ജ്ഞാനത്തിലിരിക്കുന്ന വ്യക്തിയുടെ ഒരു ദർശനം, ആ വ്യക്തി എങ്ങനെയാണ് ലോകത്തിന് മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നു. 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം യപശ്യതി തപശ്യതി. എല്ലാ ജീവാത്മാക്കളുടെ ഹൃദയത്തിലും പരമാത്മാവിനെ ജ്ഞാനിയായിട്ടുള്ള വ്യക്തി, യഥാർത്ഥ ജ്ഞാനം ലഭിച്ച ഒരു വ്യക്തി കാണുന്നുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല, ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് ആ വ്യക്തി ഇല്ലാതായി പോകുന്നില്ല. ആ വ്യക്തിയുടെ ശരീരം മാത്രമാണ് നശിച്ചു പോകുന്നത്. ജീവാത്മാവിനും പരമാത്മാവിനും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, ആ ക്ഷേത്രജ്ഞന്മാർക്കൊന്നും സംഭവിക്കുന്നില്ല എന്നും മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനം, അല്ലെങ്കിൽ ജ്ഞാനത്തിൽ ഇരിക്കുന്നതിന്റെ ലക്ഷണം എന്ന് ഭഗവാൻ പറയും. സമൻ പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം നഹിനസ്ത്യാത്മനാത്മാനം തതോ യാതി പരാംഗതി. എല്ലാവരുടെയും ഹൃദയത്തിൽ, എല്ലാ ജീവാത്മാക്കളുടെയും ഹൃദയത്തിൽ ഒരേപോലെ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ കാണാൻ സാധിക്കുകയാണെങ്കിൽ
അതും ജ്ഞാനത്തിന്റെ ഒരു ലക്ഷണമാണെന്ന് പറയും. അവർക്ക് പരമമായിട്ടുള്ള ഗതി ഉണ്ടാകുമെന്നും ഭഗവാൻ പറയും. ഏറ്റവും ഉന്നതമായിട്ടുള്ള ഗതി, ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ അവർക്കും സാധിക്കും. എങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്ന്, പരമാത്മരൂപത്തിൽ ഇരിക്കുന്നുണ്ട് എന്ന് സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ, അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് പരമമായിട്ടുള്ള ഗതി ഉണ്ടാകും എന്ന് പറയുന്നു. പിന്നീട് 30-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പ്രകൃതിയേവച്ച കർമാണി ക്രിയമാണാനി സർവശഃ യപശ്യതി തദാത്മാനം അകാർത്ഥാരം സപശ്യതി. ഈ ഭൗതിക ലോകത്ത് നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ആരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്? ഈ ഭൗതിക പ്രകൃതിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒന്നും ഉത്തരവാദി ജീവാത്മാവല്ല. ജീവാത്മാവിന്റെ പ്രവർത്തനം ആത്മീയമാണ്. ഭൗതിക പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഈ ഭൗതിക പ്രകൃതിയുടെ നേതൃത്വത്തിലാണ് എന്നും ഒരു ജ്ഞാനിയായിട്ടുള്ള വ്യക്തി മനസ്സിലാക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. Yes, 34-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യഥാ പ്രകാശയത്യേക കൃഷ്ണം ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. സൂര്യൻ വിശ്വത്തിലെങ്ങും വെളിച്ചം പരത്തുന്നത് പോലെ ജീവാത്മാവ് ശരീരത്തിലിരുന്നുകൊണ്ട് അതിനെ അവബോധത്താൽ പ്രകാശമാനമാകുന്നു. അപ്പം ഒരു വ്യക്തിയുടെ ബുദ്ധിയുടെ അല്ലെങ്കിൽ ബോധത്തിന്റെ കാരണം എന്താണ്? ഈ ഭൗതിക ശരീരമല്ല ഒരു വ്യക്തിയുടെ ബോധത്തിന്റെ കാരണം, ആ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നതും യഥാർത്ഥ ഒരു ജ്ഞാനിയാണ്. ശരീരത്തിൽ നിന്നല്ല ബുദ്ധി ഉണ്ടാകുന്നത്, ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവിൽ നിന്നാണ് ബുദ്ധിയും ബോധവും ഒക്കെ ഉണ്ടാകുന്നത് എന്നാണ് യഥാർത്ഥമായിട്ടുള്ള ദർശനമെന്ന് ഭഗവാൻ പറയുന്നുണ്ട് 34-ാമത്തെ ശ്ലോകത്തിൽ. അതിനുശേഷം അവസാനം ഈ ഒരു ജ്ഞാനം ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ശരീരത്തിനെ കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും ജ്ഞാനത്തിനെ കുറിച്ചും ജ്ഞേയത്തിനെ കുറിച്ചും ഒക്കെയുള്ള അറിവ് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ നേട്ടം എന്താണെന്ന് ഭഗവാൻ 35-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷ ഭൂതപ്രകൃതി മോക്ഷം ച യേ വിദുർയാന്തി തേപരം. ക്ഷേത്രജ്ഞയോർ ഏവം അന്തരം ജ്ഞാനചക്ഷുഷ. അപ്പം ആത്മീയമായിട്ട് ഉയർന്നവർക്ക് മാത്രമേ ശരീരമല്ല ജീവാത്മാവ്, ജീവാത്മാവ് വേറെയാണ്, ശരീരം വേറെയാണ്, പരമാത്മാവ് വേറെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് ഇതെല്ലാം ശരീരമാണ്, ശരീരം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരമാണ്, ശരീരം മരിച്ചു കഴിഞ്ഞാൽ ഞാനും മരിക്കുമെന്നാണ് സാധാരണ ഭൗതികമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം ഒന്നല്ല. ശരീരം വേറെയാണ്, ശരീരത്തിനകത്തിരിക്കുന്ന ജീവാത്മാവ് വേറെയാണ്, ജീവാത്മാവിന്റെ കൂടെ ഇരിക്കുന്ന പരമാത്മാവ് വേറെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഭൂതപ്രകൃതി മോക്ഷം അല്ല, ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് മോക്ഷം ലഭിക്കുമെന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെ മോക്ഷം ലഭിച്ചാലേ നമ്മൾക്ക് ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഭക്തി ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അതിൽ വിശ്വാസം ഉണ്ടായിരിക്കണം, നമ്മൾ അതിന് സമയം ചെലവഴിക്കാൻ തയ്യാറായിരിക്കണം. അതിനെന്ത് വേണം? ആദ്യം ഈ ഭൗതിക പ്രകൃതിയുടെ ആകർഷണത്തിൽ നിന്ന് മോക്ഷം ലഭിക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് സമയമില്ല എന്ന് പറയും, ഭക്തി ചെയ്യാനൊന്നും എനിക്ക് സമയമില്ല. കാരണം എന്താണ്? ഈ ഭൗതിക പ്രകൃതിയിലെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ ഈ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവ്, അതേപോലെ ശരീരത്തിലിരിക്കുന്ന പരമാത്മാവ്, ഇതിൻ്റെയൊക്കെ സ്വഭാവം യഥാർത്ഥ രീതിയിൽ ഒരു വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഭഗവാൻ പറഞ്ഞു തന്നതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്നുള്ള അധ്യായം ജീവാത്മാവിനെ കുറിച്ചും ശരീരത്തിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് യഥാർത്ഥത്തിൽ. ആ ജ്ഞാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ മോക്ഷം ലഭിക്കുമെന്നും ഭഗവാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ ചുരുക്കി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും കൂടുതൽ മനസ്സിലാക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. 22 ഹരേ കൃഷ്ണ 22-ാമത്തെ ഒന്ന് പറയൂ.
22-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ഒരു ജീവാത്മാവ് എങ്ങനെയാണ് ഈ ഭൗതിക പ്രകൃതിയിൽ കുടുങ്ങി പോകുന്നത് എന്നുള്ളതാണ്. കാരണം ഗുണസങ്കോസ്യ സത് അസത് യോനി ജന്മസു എന്ന് പറയുന്നത്. പുരുഷ പ്രകൃതി സ്തോഹി ഭൂങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ. ഈ ഭൗതിക പ്രകൃതിയെ ഭുജിക്കണം അല്ലെങ്കിൽ ആസ്വദിക്കണം എന്ന് തീരുമാനിക്കുന്ന ജീവാത്മാക്കളാണ് ഈ ഭൗതിക പ്രകൃതിയിലേക്ക് വരുന്നത് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ജീവാത്മാവ് ഭൗതിക പ്രകൃതിയുടെ ആസ്വാദകനല്ല. ഭൗതിക പ്രകൃതിയിൽ ഒന്നും ആസ്വദിക്കാനില്ല. പക്ഷെ ഇവിടെ എന്തോ ആസ്വദിക്കാനുണ്ട് എന്ന് വിചാരിച്ച് ഈ ഭൗതിക പ്രകൃതിയിലെ ഗുണങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നു. കാരണം ഗുണസങ്കോസ്, ഗുണസംഘത്തിലേക്ക് വരുന്നു. സത്വരജസ്തമോ ഗുണങ്ങളാണ് ഗുണങ്ങൾ. ആ ഗുണങ്ങളെ കുറിച്ച് ഇനിയുള്ള അടുത്ത അധ്യായത്തിൽ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. അടുത്ത അധ്യായം അതിനെ കുറിച്ചാണ് പറയുന്നത്. 14-ാമത്തെ അധ്യായം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ഈ അധ്യായത്തിൽ ത്രിഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടാണ് ജീവാത്മാവ് ഭൗതിക പ്രകൃതിയിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞു. അടുത്ത അധ്യായത്തിൽ ഈ പ്രകൃതി ഗുണങ്ങളെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓരോ ഗുണത്തിന്റെയും ലക്ഷണങ്ങൾ, ഓരോ ഗുണത്തിലുള്ള ഒരു ജീവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ അടുത്ത അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈ ഭൗതിക പ്രകൃതിയിലേക്ക് വരാനുള്ള കാരണമാണ് 22-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, വേറെന്തെങ്കിലും സംശയമുണ്ടോ?